ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് ഈ ഒരു ആനുവൽ എക്സാമിന് ഏത് കവിതയുമായി ബന്ധപ്പെട്ടാണ് ആസ്വാദൻ ടിപ്പണി ചോദിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഷമീം സാറ് ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ജസ്റ്റ് പ്രഡിക്ഷൻ അല്ല, ആക്ച്വലി ഇതൊരു പ്രഡിക്ഷൻ അല്ല. നമ്മൾ വളരെയധികം കഴിഞ്ഞ 5 വർഷത്തെ ഏകദേശം 2021 മുതലുള്ള മോഡൽ എക്സാമിലെയും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിലെയും ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നടത്താൻ പോകുന്ന ഒരു കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനാണ് മക്കളെ. ഓക്കെ, നമ്മൾ ചുമ്മാ അങ്ങ് പറയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2021 മുതൽ 2025 വരെയുള്ള ആനുവൽ എക്സാം അതുപോലെ തന്നെ മോഡൽ എക്സാം, 2025 ആനുവൽ എക്സാം വരാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അതിനെന്ത് ചെയ്താൽ മതി, നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് നോക്കുന്നു. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നറിയാം. ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ നിങ്ങൾ നോക്കൂ, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ. ഫെബ്രുവരി 2025 മോഡൽ എക്സാമിന് നമുക്ക് പത്തർക്കി ബെഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്വാദന ടിപ്പണിയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ആസ്വാദന ടിപ്പണിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 9 മാർക്കുണ്ടോ? ഇല്ല, 6 മാർക്കാണ് ആസ്വാദന ടിപ്പണി. പിന്നെ എങ്ങനെയാണ് ഇവിടെ 9 മാർക്ക് വന്നത്? ഒരു കവിത തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ആദ്യം 1 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, പിന്നെ ഒരു 2 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, ഏറ്റവും അവസാനമാണ് 6 മാർക്കിൻ്റെ ആസ്വാദന ടിപ്പണി ഉണ്ടാവുക അല്ലേ. അപ്പോൾ 6ഉം 3ഉം 9 മാർക്കോളം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവാണ് മക്കളെ. എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടോളൂ. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും എന്ത് ചെയ്തോളൂ, ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ചുമ്മാ പ്രഡിക്റ്റ് ചെയ്യല്ല, വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആദ്യമേ പറയട്ടെ, ഞാൻ ഈ പറയുന്ന ഒരു ടിപ്പണി മാത്രം പഠിച്ചു പോവല്ല വേണ്ടത്. നിങ്ങളെല്ലാം എന്ത് ചെയ്യണം, പഠിക്കണം. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, അത് ശരിയാകാം തെറ്റാവാം, പക്ഷേ നമ്മൾ നല്ല കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ എന്ത് ചെയ്യാൻ പോകാം. പിന്നെ ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും പഠിച്ചു പോകണം അല്ലേ. തീർച്ചയായിട്ടും പഠിച്ചു പോകേണ്ട ആസ്വാദന ടിപ്പണി ആയിരിക്കും നമുക്ക് ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, 2021 പത്തർക്കി ബെഞ്ചാണ് ഫൈനൽ എക്സാമിന് ചോദിച്ചത്, മധുഹൃദു ആണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. അതുപോലെ 2022 മധുഹൃദു ആണ് ഫൈനൽ എക്സാമിന് ചോദിച്ചത്, ചാന്ദ് ഔർ കവിയാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. 2023 പത്തർക്കി ബെഞ്ചാണ് ചോദിച്ചത് ഫൈനൽ എക്സാമിന്, അതുപോലെ മോഡൽ എക്സാമിന് മധുഹൃദു ആണ് ചോദിച്ചത്. 2024 മുതൽ അല്ലേ, 2024 മുതൽ 2025 ഈ മോഡൽ എക്സാം വരെ പത്തർക്കി ബെഞ്ചാണ് മാറി മാറി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, പത്തർക്കി ബെഞ്ച് എത്ര തവണ വന്നു? 1, 2, 3, 4, 5 തവണയാണ് ഈ ഒരു 5 വർഷം കൊണ്ട് വന്നുള്ളത്. മധുഹൃദുവോ 1, 2, 3 തവണ. ഓക്കെ, 3 തവണ മധുഹൃദു വന്നിട്ടുണ്ട്, 5 തവണ പത്തർക്കി ബെഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ 2023 ആനുവൽ എക്സാം മുതൽ 2025 മോഡൽ വരെ പത്തർക്കി ബെഞ്ചാണ് വന്നുള്ളത്. 4 തവണ അടുപ്പിച്ച് എന്ത് ചെയ്തു, പത്തർക്കി ബെഞ്ച് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പാറ്റേൺ പത്തർക്കി ബെഞ്ച് അതേപോലെ വരാനുള്ള സാധ്യത കുറവാണ്. ഷമീം സാറിൻ്റെ ഒരു നിഗമനത്തിൽ അത് കുറവാണ്. ഇനി ഇത് അതേപടി പത്തർക്കി ബെഞ്ച് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എയറിലായാലും വേണ്ടില്ല മക്കളെ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പത്തർക്കി ബെഞ്ച് മോഡൽ എക്സാമിന് നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇനി അതെന്നെ ചോദിച്ചാൽ ഞാൻ എയറിലായാലും കുഴപ്പമില്ല, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്കത് മാർക്ക് കിട്ടും. ഞാൻ പറയാൻ പോകുന്നത് അതല്ല, പത്തർക്കി ബെഞ്ചല്ല, മധുഹൃദു ആണ് ഇപ്രാവശ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത. മധുഹൃദു പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, പത്തർക്കി ബെഞ്ച് ഓൾറെഡി നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. മധുഹൃദു നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാതെ പോകരുത്. ചാന്ദ് ഔർ കവി വളരെ വിദൂര സാധ്യതയാണ് കാണുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണ്ട, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണ്ട. പക്ഷേ പത്തർക്കി ബെഞ്ചും അതുപോലെ മധുഹൃദവും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. 9 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആസ്വാദന ടിപ്പണി നന്നായിട്ട് പഠിക്കുക, കവിതയിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 മാർക്ക് കിട്ടും. ആസ്വാദന ടിപ്പണിക്ക് 6 മാർക്കാണ്, മറ്റു 2 സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. അങ്ങനെ 9 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആസ്വാദന ടിപ്പണി നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് അങ്ങ് സെറ്റാക്കാം.